നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നാണ്. ആദ്യ 2 ചാപ്റ്ററുകൾ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കണക്കുകൾ എങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിൽ എങ്ങനെ രേഖപ്പെടുത്തലുകൾ നടത്താൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററിനകത്ത് അക്കൗണ്ടിങ് എന്താണെന്നും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ പദങ്ങളുടെ പരിചയപ്പെടലും, രണ്ടാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ ചില തത്വങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ ചില സങ്കല്പങ്ങളെയും കുറിച്ചുമാണ് വിശദമായി ചർച്ച ചെയ്തത്. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാപ്റ്ററും ഇതിലുള്ള പ്രോബ്ലംസുകളും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദവമായി ഞാനൊരു സ്വാഗതം പറയുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനാണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടേമാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. അതായത് അക്കൗണ്ടൻസിക്കകത്ത് ഏതൊരു രേഖപ്പെടുത്തലുകൾ നടത്തിയാലും ക്രയവിക്രയങ്ങൾ, സാമ്പത്തികമായ കൈമാറ്റങ്ങളോ ക്രയവിക്രയങ്ങളോ ആണ് ബിസിനസ്സിൽ നടക്കുന്നത്. അത് ഏതു തന്നെയായാലും അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ രേഖപ്പെടുത്തുന്നതിനൊരു തെളിവ് ഉണ്ടാകണം എന്നുള്ളതാണ്. ആ തെളിവിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ദ ഡോക്യുമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോൺ ആസ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ രേഖ അല്ലെങ്കിൽ തെളിവ്. ഓൺ ദ ബേസിസ് ഓഫ് വിച്ച്, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്, കൈമാറ്റങ്ങൾ നമ്മൾ ബുക്കിലേക്ക് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിൽ നടക്കുന്ന കൈമാറ്റ പ്രക്രിയകൾ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ തെളിവുകളെ അല്ലെങ്കിൽ രേഖകളെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് വഴി അല്ലെങ്കിൽ ഈ തെളിവുകൾ ഉപയോഗിക്കുന്നത് വഴി 2 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ബിസിനസ്സിനുള്ളത്. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ. നടക്കുന്ന ക്രയവിക്രയങ്ങളെക്കുറിച്ചുള്ള വിവരം നമുക്ക് കൃത്യമായി ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. രണ്ടാമത് പറയുന്നത് കറക്റ്റ്നെസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻസുകൾ ബുക്കിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തലുകൾ നടത്തിയത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമ്മളെ സഹായിക്കുന്നതും ഈ സോഴ്സ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഒരു ക്രയവിക്രയം നടന്നു കഴിഞ്ഞാൽ ആ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള രേഖപ്പെടുത്തലുകൾ സഹായിക്കുന്ന ചില തെളിവുകളുണ്ടാകും. ആ തെളിവുകളെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ തെളിവുകൾ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് നടന്ന ട്രാൻസാക്ഷൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും നടത്തിയ ട്രാൻസാക്ഷനിൽ രേഖപ്പെടുത്തലുകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും സഹായിക്കുന്നു. ഇനി നമ്മൾ കോമണായി കാണുന്ന കുറേയധികം സോഴ്സ് ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിലൊന്നാണ് ഇൻവോയ്സ്. നമ്മൾ ചില സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ വിലവിവരം രേഖപ്പെടുത്തിയ ഒരു റെസിപ്റ്റ് തരാറുണ്ട്. അതിനെ നമ്മൾ ഇൻവോയ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു ക്ലീനിങ് സ്റ്റാഫ് വന്ന് ക്ലീനിങ് നടത്തുകയാണ്. അയാൾക്ക് നമ്മളൊരു 500 രൂപ കാശ് കൊടുക്കുന്നു. അയാളുടെ അടുത്ത് ബില്ല് ചോദിച്ചാൽ അയാൾക്ക് തരാൻ കഴിയണമെന്നില്ല, അയാൾക്ക് തരാനും കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ അയാൾ 500 രൂപ നമ്മുടെ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി വാങ്ങുകയാണ്. ആ എഴുതി വാങ്ങുന്നതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, അതാണ് വൗച്ചർ. അതും ഒരു രേഖ തന്നെയാണ്. നാളൊരു സമയത്ത് അയാൾക്ക് 500 രൂപ എന്തിന് നമ്മൾ കൊടുത്തു? ക്ലീനിങ്ങിനാണ് കൊടുത്തത്. ആരാണ് കൈപ്പറ്റിയതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വൗച്ചർ കാണിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ സാധന സേവനങ്ങളൊക്കെ സാധാരണ കടകളിൽ പോയി വാങ്ങുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ബില്ല് തരാറുണ്ട്, ക്യാഷ് ബില്ല് തരാറുണ്ട്. അതാണ് ക്യാഷ് മെമ്മോസ്. അതുപോലെ നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ചെക്ക് വഴി പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ഒന്നിലധികം ചെക്കുകൾ വഴിയുള്ള പേയ്മെൻറ്റുകൾ പല ദിവസങ്ങളിൽ പല പാർട്ടികൾക്കായിട്ട് നടത്താറുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഏതൊക്കെ ചെക്ക് നമ്പറിലുള്ള പേയ്മെൻറ്റുകളാണ് നടത്തിയതെന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ബിസിനസ്സുകാർ ചെയ്യുന്നൊരു രീതിയാണ് ചെക്ക് ലീഫിൻ്റെ ഏറ്റവും ഫ്രണ്ടിലൊരു പേജ് ഉണ്ടാവും. ആ പേജിനകത്ത് ചെക്ക് ഇഷ്യൂ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അവിടെ ചെക്ക് നമ്പറും കൊടുത്ത എമൗണ്ടും ആർക്കാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചാൽ നാളൊരു സമയത്ത് ഈ ചെക്ക് വഴി ആർക്കാണ് പേയ്മെൻറ്റ് നടന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് തെളിവുകൾ. ഈ സോഴ്സ് ഡോക്യുമെൻറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തലുകൾ നടത്തുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷനാണ്.
എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ ആൻ ഇക്വേഷൻ ഷോയിങ് ദ ഇക്വാളിറ്റി ഓഫ് അസറ്റ്സ് ഓർ ലൈബിലിറ്റി ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ നോൺ ആസ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഷോയിങ് ദ ഇക്വാളിറ്റി, തുല്യത കാണിക്കുക എന്നുള്ളതാണ്. അത് ഡെബിറ്റും ക്രെഡിറ്റും ആകാം, കൊടുക്കലുകളും വാങ്ങലുകളും തമ്മിലുള്ളതാകാം, ആസ്തി ബാധ്യതകൾ തമ്മിലുള്ളതാകാം. ആസ്തി ബാധ്യതകളായാലും കൊടുക്കൽ വാങ്ങലുകളായിരുന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എവരി ഗിവിങ് ആസ്പെക്റ്റ് ഹാസ് ആൻ ഈക്വൽ റിസീവിങ് ആസ്പെക്റ്റ് എന്നാണ്. ഏതൊരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിലും, കൊടുക്കുന്ന ഏതൊരു പ്രവൃത്തി ഉണ്ടെങ്കിലും ആ കൊടുക്കുന്ന ക്രയവിക്രയത്തിന് തുല്യമായ കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇക്വാളിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ വളരെ വിശദമായി പറഞ്ഞതാണ്. ഏതൊരു ക്രയവിക്രയ പ്രക്രിയയിലും കൊടുക്കുന്നതിന് തുല്യമായ ഒരു വാങ്ങലുണ്ടാകും, അല്ലെങ്കിൽ വാങ്ങുന്നതിന് തുല്യമായ ഒരു കൊടുക്കലുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ തുല്യത ആസ്തിയുടെ കാര്യത്തിലായാലും ബാധ്യത കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. ആസ്തി എത്രയുണ്ടോ അതിന് തുല്യമായ ബാധ്യത നിലനിർത്തണം എന്നുള്ളതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഒരു ഫോമുല, അല്ലെങ്കിൽ ഈ ഫോമുല ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് എന്നാണ്. അപ്പോൾ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ വരാറുണ്ട്. ഒന്ന്, ബിസിനസ് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതയുണ്ട്, അതിനെ നമ്മൾ ഔട്ട്സൈഡ് ലൈബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൈബിലിറ്റി എന്ന് പറയും. പിന്നെ ബിസിനസ്സിലേക്ക് ഉടമസ്ഥൻ നടത്തിയ നിക്ഷേപമുണ്ട്, അത് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലും നാളൊരു സമയം ബിസിനസ് അവസാനിക്കുമ്പോൾ തിരിച്ചു നൽകേണ്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ ലൈബിലിറ്റിയായി തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലും ഔട്ട്സൈഡ് ലൈബിലിറ്റിയും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലൈബിലിറ്റി. അപ്പോൾ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലൈബിലിറ്റി എന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഇക്വേഷനെ പ്രൂവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലാദ്യം ഈ ഇക്വേഷനെ അവരൊന്ന് വൈഡൻ ചെയ്തു, അതിനെ ഒന്ന് വലുതാക്കി. വലുതാക്കുമ്പോൾ അതിനെ എന്താണ്, ഞാനിപ്പം പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്നുള്ളതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു, ഒന്ന് വിപുലീകരിച്ച് പറയുന്നത് എങ്ങനെയാണ്? അസറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ആ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് സ്ഥാപനം പുറത്തേക്ക് കൊടുക്കാനുള്ള ബാധ്യത, ഔട്ട്സൈഡ് ലൈബിലിറ്റി പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് സ്ഥാപനത്തിലേക്ക് നിക്ഷേപം നടത്തിയ നിക്ഷേപകൻ, ഉടമസ്ഥൻ, അയാൾ നടത്തിയ നിക്ഷേപം തിരിച്ചു നൽകേണ്ടതാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് അതും ഒരു ബാധ്യതയാണ്, എന്നായാലും അത് തിരിച്ച് ഉടമസ്ഥന് നൽകേണ്ടതാണ്. അപ്പോൾ അതും ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതും ഒരു ലൈബിലിറ്റിയായി പരിഗണിക്കും. അപ്പോൾ ലൈബിലിറ്റിയിൽ രണ്ട് കാര്യങ്ങൾ വരും: ഔട്ട്സൈഡ് ലൈബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ, പുറത്തു കൊടുക്കാനുള്ള ബാധ്യതയും ക്യാപിറ്റലും. അത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലൈബിലിറ്റി. അപ്പോൾ ഇവിടെ പറയുന്ന ഇക്വേഷൻ അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ഓണേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ളത്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലൈബിലിറ്റി. അപ്പോൾ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലൈബിലിറ്റി എന്നാണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റാണ്, ഈക്വൽ ടു ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. ഓക്കെ, അതാണ് അടുത്ത ഫോമുല പറഞ്ഞിരിക്കുന്നത്: അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി അടുത്ത നമ്മൾ പറയുന്ന ഫോമുല എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ വിശദീകരിക്കുകയാണ്. അതായത് നമുക്ക് എപ്പോഴും അക്കൗണ്ടിങ്ങിൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഒരു ഇക്വാളിറ്റി നിലനിർത്തണം, അല്ലേ? ഒരു തുല്യത നിലനിർത്തണം. അസറ്റും ലൈബിലിറ്റിയും തുല്യമാണെന്ന് എപ്പോഴും തെളിയിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങളിലെല്ലാം തന്നെ അസറ്റും ലൈബിലിറ്റിയും തുല്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിച്ചു കൊടുക്കണം, അത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇനി നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എക്സാമ്പിളിലൂടെ ഇനി ബാക്കിയുള്ള 3 ഫോമുലകളും നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്, അസറ്റുണ്ട്. ബിസിനസ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുടെ ബാധ്യതയും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച ഫോമുല അനുസരിച്ച് അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി. 1 ലക്ഷം അസറ്റ് ഉണ്ട്, 1 ലക്ഷം ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ 1 ലാക്ക് ഈക്വൽ ടു 1 ലാക്ക്. ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് നമുക്ക് തരാതിരിക്കുന്നു, പ്രോബ്ലം തരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയിട്ട് ബാക്കി 2 ഡീറ്റെയിൽസ് തന്നാൽ ഒഴിവാക്കപ്പെട്ടത് എങ്ങനെ കണ്ടെത്തും? എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഒരു ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല, എന്നിട്ട് പറയണം നിങ്ങളുടെ അടുത്ത് അസറ്റും തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഔട്ട്സൈഡ് ലൈബിലിറ്റിയും തന്നിട്ടുണ്ട്, നിങ്ങൾ ക്യാപിറ്റൽ കണ്ടെത്തണം. എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ തന്നെ. 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ അസറ്റുണ്ട്, അസറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു 1 ലാക്ക്. എന്നിട്ട് പറയുകയാണ് ലൈബിലിറ്റി 70,000, 70,000 രൂപ ബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ക്യാപിറ്റൽ? എങ്കിൽ ക്യാപിറ്റൽ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യും. എന്താണ് ഫോമുല? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് എക്സ്പാൻഡ് ചെയ്തപ്പോഴുള്ള കാര്യവും പഠിഞ്ഞു. അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിൽ നമുക്ക് ഏതൊക്കെ അറിയാം? അസറ്റും അറിയാം, ലൈബിലിറ്റിയും അറിയാം. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ ഫോമുല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യും, അല്ലേ? ഫോമുല ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. അതിൽ ക്യാപിറ്റലാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അസറ്റ് നമുക്കറിയാം 1 ലാക്ക്,
ലൈബിലിറ്റി ഉണ്ടല്ലേ. അപ്പോൾ ആ ലൈബിലിറ്റി ഈക്വൽ ടു സൈൻ അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് സൈൻ ആവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോമിൽ എങ്ങനെ വരും? അസറ്റ് മൈനസ് ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അതായത് 1,00,000 രൂപ അസറ്റിൽ നിന്ന് 70,000 രൂപ ലൈബിലിറ്റി നമ്മൾ മൈനസ് ചെയ്ത് മാറ്റിയാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 30,000. ആ 30,000 ക്യാപിറ്റൽ. ഇനി നമ്മൾ ചെയ്ത ഇക്വേഷൻ കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ എങ്ങനെ? അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ അസറ്റ് എത്രയുണ്ട്? 1,00,000 ഈക്വൽ ടു ലൈബിലിറ്റി എത്രയാണ്? 70,000 പ്ലസ് ക്യാപിറ്റൽ ഇപ്പോൾ എത്ര കണ്ടുപിടിച്ചു? 30,000. അപ്പോൾ 70,000 പ്ലസ് 30,000 ആയപ്പോൾ ടോട്ടൽ ലൈബിലിറ്റി ആയില്ലേ? അത് 1,00,000 ആയില്ലേ? നമുക്ക് ഇപ്പുറത്ത് തന്നിരിക്കുന്ന അസറ്റ് എത്രയാണ്? 1,00,000. അപ്പോൾ 1,00,000 ഈസ് ഈക്വൽ ടു 1,00,000. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റാണ്. നമ്മളുടെ പ്രോബ്ലം കറക്റ്റായി. നമ്മൾ കണ്ടെത്തിയ ക്യാപിറ്റൽ 30,000 തന്നെ ശരി. ഇനി ഇതേ പ്രോബ്ലത്തിൽ തന്നെ അടുത്തൊരു മാറ്റം വരുത്തുകയാണ്. അസറ്റ് 1,00,000 ഉണ്ട്, ക്യാപിറ്റൽ 30,000 തന്നിരിക്കുന്നു. വാട്ട് വിൽ ബി ദ ലൈബിലിറ്റി? ലൈബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അക്കൗണ്ട് ഈക്വേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്ന് എഴുതുന്നു. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിൽ നമുക്ക് ഏതൊക്കെ അറിയാം? അസറ്റ് നമുക്കറിയാം, ക്യാപിറ്റൽ നമുക്കറിയാം, ലൈബിലിറ്റിയാണ് അറിഞ്ഞുകൂടാത്തത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റലിനെ കൂടി എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഫോമിൽ എങ്ങനെ വരും? അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അസറ്റ് എത്രയുണ്ട്? 1,00,000 മൈനസ് ക്യാപിറ്റൽ എത്രയാണ്? 30,000. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എത്ര വരും? 70,000. അപ്പോൾ ലൈബിലിറ്റി എത്രയായി? 70,000. ഇനി ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കാം. അസറ്റ് ഇസ് ഈക്വൽ ടു 1,00,000 ഈക്വൽ ടു ലൈബിലിറ്റി എത്രയാണ്? 70,000 പ്ലസ് ക്യാപിറ്റൽ 30,000. അപ്പോൾ 1,00,000 ഈക്വൽ ടു 70 പ്ലസ് 30 കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെയായി? 1,00,000 ആയി. അപ്പോൾ നമ്മുടെ ഫോർമുല കറക്റ്റായി. 1,00,000 ഈക്വൽ ടു 1,00,000. ഇങ്ങനെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഈ തരത്തിൽ നമുക്ക് തരുന്ന പ്രോബ്ലങ്ങളിൽ അസറ്റും ലൈബിലിറ്റിയും തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഷോ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. അത് ശരിയാണെന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യണമെന്നാണ്. അതായത് അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ തത്വം നമ്മൾ പ്രൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അബു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 30,000. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ മലയാളത്തിലേക്ക് മാറ്റണം. അത് മലയാളത്തിൽ പറയണം. ചെറിയ ചെറിയ കുഞ്ഞ് സെൻറ്റൻസ് ആണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. അബു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 30,000. അബു എന്ന് പറയുന്ന ആൾ 30,000 രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 7,000. അയാൾ 7,000 രൂപ പണം കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 6,000. അയാൾ കടത്തിന് ഒരു 6,000 രൂപയുടെ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വാങ്ങിച്ചു. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000. അയാൾ ക്രെഡിറ്റേഴ്സിന് അയാൾ കടം വാങ്ങിയ 6,000 രൂപ ഗുഡ്സ് കടം വാങ്ങിയ ആൾക്ക് എന്ത് ചെയ്തു? 5,000 രൂപ തിരിച്ചു കൊടുത്തു. പെയ്ഡ് റെൻറ്റ് 800. അയാളുടെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു, ആ ബിൽഡിങ്ങിന് അയാൾ വാടക ഇനത്തിൽ ഒരു 800 രൂപ കൊടുത്തു. ഇത്രയുമാണ് നടന്ന സാമ്പത്തിക ഇടപാടുകൾ. ഈ സാമ്പത്തിക ഇടപാടുകൾ ഉപയോഗിച്ച് നമ്മൾ അസറ്റും ലൈബിലിറ്റിയും തുല്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായി വരേണ്ടത്. ഇതെങ്ങനെ തെളിയിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ഭാഗങ്ങളായിട്ടാണ്. നോട്ട്ബുക്കിൻ്റെ 2 ഭാഗങ്ങളാണ്. ഒരു സൈഡിൽ നമ്മൾ ഒരിക്കലും മാർജിൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മാർജിൻ കൊടുത്തിട്ടില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാർജിൻ പ്രൊവൈഡ് ചെയ്യേണ്ട. മാർജിൻ നമുക്ക് വേണ്ട. അപ്പം ഏറ്റവും മാർജിൻ്റെ സ്പേസ് കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനെ 2ആയി തിരിക്കുക. ശ്രദ്ധിക്കുക, 2ആയി തിരിച്ചപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഏരിയ വളരെ ഒരു കുഞ്ഞു ഭാഗമാണ് അല്ലേ, കുറച്ച് ഭാഗം മതി. അതായത് 1/3 ഭാഗം മതി അല്ലേ ട്രാൻസാക്ഷൻ എന്ന് എഴുതുന്ന ഒരു മൊത്തം ഭാഗത്തിൻ്റെ 1/3 ഭാഗം മതി. ബാക്കി 2/3 ഭാഗവും നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്രോബ്ലത്തിൽ അസറ്റും ലൈബിലിറ്റിയുടെയും കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് എഴുതി ഒരു വര. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അസറ്റും ലൈബിലിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ ബാക്കി വരുന്ന ഭാഗം, അതായത് അസറ്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ 2ാമത്തെ പോർഷൻ എത്രയുണ്ടോ ആ പോർഷൻ്റെ ഏതാണ്ട് ഒരു മധ്യത്തിൽ വരത്തക്ക രീതിയിൽ ഈക്വൽ ടു സൈൻ ഇടുക. ഏതാണ്ട് മധ്യത്തിൽ, ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഈക്വൽ മധ്യമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് മധ്യത്തിലായിട്ടാണ് വരുന്നത്. ആ മധ്യത്തിലായിട്ട് ഈക്വൽ ടു സൈൻ കൊടുക്കുക. മധ്യത്തിന് ഈക്വൽ ടു സൈൻ കൊടുത്തതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഇടതു ഭാഗം നമ്മൾ എന്തെന്ന് എഴുതുക, ഇടതു ഭാഗത്തുള്ള സ്പേസ്, ആ ഈക്വൽ ടു സൈൻ്റെ ഇടതു ഭാഗത്തുള്ള സ്പേസ് നോക്കിയിട്ട് അതിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്ക് വരത്തക്ക രീതിയിൽ അസറ്റ് എന്ന് എഴുതുക. ഇത് സ്കെയിൽ വെച്ച് അളക്കാനൊന്നും വേണ്ട, ഏകദേശ കണക്ക് മതി. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു സൈൻ കഴിഞ്ഞിട്ട് വലത് സൈഡിൽ ലഭ്യമായ സ്പേസിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തായിട്ട് ലൈബിലിറ്റീസ് എന്ന് എഴുതുക. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്ത ഒരു ലൈൻ അല്ലെങ്കിൽ അടുത്ത ഒരു സ്പേസ് നമ്മൾ ക്യാഷ്, സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് എഴുതിയിരിക്കുന്നുണ്ട്. ക്യാഷ്, സ്റ്റോക്ക്, ക്രെഡിറ്റർ, ക്യാപിറ്റൽ. ഇത് എഴുതുന്നതിന് വേണ്ടി ബ്ലാങ്കായി വിടുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് പ്രോബ്ലം ചെയ്യുന്ന മുറയ്ക്കാണ് നമ്മൾ അവിടെ എഴുതി വരേണ്ടത്. അതുകൊണ്ട് അത് തൽക്കാലം എഴുതണ്ട, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുക്കുക.
സ്പേസ് കൊടുത്തതിന് ശേഷം ആ ഒരു ലൈൻ സ്പേസ് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ പ്രോബ്ലം എഴുതുകയാണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യനാണ് എഴുതാനുള്ളത്. അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ എഴുതുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹30,000. 30,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ബിസിനസ്സിലേക്ക് എന്തൊക്കെ വന്നു? 30,000 രൂപ ബിസിനസ്സിലേക്ക് വന്നു അല്ലേ? ക്യാഷായിട്ടാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ബിസിനസ്സിൽ ആസ്തി ഉണ്ടായി അല്ലേ? ക്യാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ടേംസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അസറ്റിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത്? ക്യാഷ്. കറണ്ട് അസറ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ താഴെ നമ്മൾ നേരത്തെ ബ്ലാങ്ക് സ്പേസ് വിടാൻ പറഞ്ഞെടുത്ത് ക്യാഷ് എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ആ ക്യാഷ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഈ പ്രോബ്ലത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്യാഷിന് തൊട്ട് താഴെ എത്ര രൂപയാണ് കിട്ടിയത്? 30,000 കാണിക്കുക. അതിനുശേഷം നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു? ബാക്കി പ്ലസ് സൈനുകളൊന്നും ഇപ്പോൾ ഇടണ്ട. 30,000 കാണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു സൈൻ കൊടുക്കുക. ഈക്വൽ ടു സൈൻ കൊടുത്തതിന് ശേഷം ലൈബിലിറ്റി സൈഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 30,000 രൂപ ക്യാഷായി ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഒരു ബിസിനസ്സിലേക്ക് പണം മുടക്കുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ്സിലേക്ക് ഉടമസ്ഥൻ നിക്ഷേപം നടത്തിയാൽ അതിനെ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുന്നു? വലത് സൈഡിലായിട്ട് എഴുതണം. ലൈബിലിറ്റിയിൽ നിന്ന് ഈക്വൽ ടു സൈൻ കൊടുത്തേക്കണതിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതരുത്. എപ്പോഴും ക്യാപിറ്റൽ ഏറ്റവും വലത്തെ അറ്റത്തെ എഴുതാവും. അപ്പോൾ വലത്തെ അറ്റത്തിലേക്ക് മാറ്റി ക്യാപിറ്റൽ എന്ന് എഴുതുക. ഹെഡിങ് നമ്മൾ നേരത്തെ ബ്ലാങ്ക് സ്പേസ് കൊടുത്തെടുത്ത് ഹെഡിങ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ക്യാഷ് ഞാൻ എഴുതിയതുപോലെ ക്യാപിറ്റൽ എന്ന് കാണിക്കുക. എന്നിട്ട് ആ ക്യാപിറ്റലിൻ്റെ തൊട്ട് താഴെ, അതായത് ക്യാഷ് എന്ന് ഞാൻ എഴുതി 30,000 എഴുതിയ അതേ ലൈനിൽ തന്നെ അങ്ങേ അറ്റത്തേക്ക് എന്ത് ചെയ്യുക? 30,000 ക്യാപിറ്റലിൻ്റെ അവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ആദ്യത്തെ ലൈനിൽ 30,000 ഈക്വൽ ടു 30,000. ആ സീറോകളെക്കുറിച്ചൊന്നും പ്ലസ് സൈനൊന്നും ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. 30,000 ഈക്വൽ ടു 30,000 അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ₹7,000. 7,000 രൂപയ്ക്ക് അയാൾ ഗുഡ്സ് വാങ്ങിയെന്നാണ്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന 30,000 നിന്ന് പണം കൊടുത്തല്ലേ വാങ്ങിയത്? എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള 30,000 രൂപ ഇനിയില്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 7,000 രൂപ കൊടുക്കുകയാണ്. അത് 7,000 കൊടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് റെഡിങ്ങിൽ തന്നത്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ പേന വെച്ച് തന്നെയാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ കളറിൽ തന്നെ. വ്യത്യസ്ത കളറുകളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളവിടെ മൈനസ് സൈൻ ഇടുക. -7,000 എഴുതിയതിന് ശേഷം പ്ലസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലസ്സുകൾ കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? ഇനി അയാൾ ഗുഡ്സ് വാങ്ങിയത് വന്നിട്ടുണ്ടല്ലേ? 7,000 രൂപയുടെ ഗുഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളെയൊക്കെ നമ്മളൊരു പേര് പഠിച്ചു. എന്താണ്? സ്റ്റോക്ക് അല്ലേ? അപ്പോൾ ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. കറണ്ട് അസറ്റാണ്. അസറ്റുകളിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ നമ്മൾ അസറ്റിൽ രണ്ടാമത്തെ ഐറ്റമായിട്ട് ക്യാഷ് എഴുതിയല്ലോ. തൊട്ടടുത്ത ഐറ്റമായിട്ട് പ്ലസ് സൈൻ ഇട്ടിട്ട് സ്റ്റോക്ക് എഴുതണം. എന്ന് വെച്ചാൽ ക്യാഷ് പ്ലസ് സ്റ്റോക്ക് അതെല്ലാം അസറ്റുകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ പ്ലസ് സൈൻ ഇട്ടാണ്. നമുക്ക് രണ്ട് വ്യത്യസ്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളിവിടെ പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്തു. കാര്യം ഇത് ആഡ് ചെയ്ത് വരുന്നതാണ്. അസറ്റിൻ്റെ മൊത്തം തുകയിൽ വരേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ക്യാഷ് പ്ലസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഹെഡിങ് നമ്മൾ പ്ലസ് ഇട്ടിട്ട് സ്റ്റോക്ക് കൊടുത്തു. അപ്പോൾ ആ പ്ലസ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലാങ്ക് ഇടാൻ പാടില്ല. അതൊരു അഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള സ്ഥലം എന്താണ്? പ്ലസ് ഇട്ട് 0 കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ 30,000 എഴുതിയിട്ട് അവിടെ ബ്ലാങ്കായി കിടക്കയില്ലേ? അപ്പോൾ ഈ ക്യാഷ് എഴുതിയതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലസ് സ്റ്റോക്ക് എഴുതിയ പോലെ തൊട്ട് താഴെ പ്ലസ് ഇട്ടിട്ട് ആ ട്രാൻസാക്ഷനിൽ എന്തില്ല? സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ലാത്തതെല്ലാം 0 കൊടുക്കണം. അതാണ് ഞാൻ അവിടെ 0 കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 7,000 രൂപ ഇപ്പോൾ നടന്ന ട്രാൻസാക്ഷൻ മൈനസ് സൈൻ 7,000 കാണിച്ചില്ലേ? അതിന് നേരെ തന്നെ എന്ത് ചെയ്യുക? 7,000 കാണിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഈക്വൽ ടു സൈൻ കൊടുത്തു. ഇനി ലൈബിലിറ്റി സൈഡിലേക്ക് നോക്കൂ. അവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാര്യം ഇവിടെ ട്രാൻസാക്ഷൻ്റെ രണ്ട് എഫക്റ്റും വന്നു കഴിഞ്ഞു. എവിടെ തന്നെ വന്നു? അസറ്റ് സൈഡിൽ തന്നെ വന്നു അല്ലേ? ഒന്ന് ക്യാഷിൽ നിന്ന് 7,000 കുറഞ്ഞു, അടുത്തത് അവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും 7,000 തന്നെ വരികയും ചെയ്തു. അപ്പോൾ രണ്ട് എഫക്റ്റേ വരുള്ളൂ ഒരു ട്രാൻസാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് അവിടെ അവസാനിച്ചു. അപ്പോൾ ലൈബിലിറ്റി സൈഡിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ അവിടെ എന്ത് തന്നെ കൊടുക്കുക? ഒരു 0 കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ലൈൻ വരയ്ക്കണം. എവിടെ നിന്ന്? ട്രാൻസാക്ഷൻ്റെ ആ രണ്ടാമത്തെ കോളത്തിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് വരെ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. നമ്മളിപ്പോൾ ഞാനിതിൽ വരച്ചിരിക്കുന്ന പോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ പുതിയ ഇക്വേഷൻ എഴുതുന്നു. അതിന് നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ വന്നാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതി അത് ശരിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ ന്യൂ ഇക്വേഷൻ, അതാണ് ആ നീല കളറിൽ ഞാൻ എഴുതിയിരിക്കണം. ന്യൂ ഇക്വേഷൻ. ആ ന്യൂ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാഷ് 30,000 നിന്ന് 7,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 23,000.
പ്ലസ് സ്റ്റോക്ക് എത്രയുണ്ട്, നമ്മൾ 7000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചതും കൂടെ ചേർത്ത് 7000, അത് താഴോട്ട് എഴുതുക. ഈക്വൽ ടു ലൈബിലിറ്റി സൈഡിൽ ആകെ എന്തേ ഉള്ളൂ, ക്യാപിറ്റലിൻ്റെ 30,000 ഉള്ളൂ. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ ശരിയായില്ലേ? 23,000 പ്ലസ് 7000 എത്രയായി? 30,000 ഈക്വൽ ടു ലൈബിലിറ്റി എത്രയുണ്ട്? 30,000. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ പ്രകാരം ഓക്കെ ആയി. ഇനി നമ്മൾ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ വരികയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 6,000 രൂപയ്ക്ക് ഗുഡ്സ് നമ്മൾ കടത്തിന് വാങ്ങിയെന്നാണ്. കടത്തിന് വാങ്ങി എന്ന് പറയുമ്പോൾ ക്യാഷ് കുറയുമോ? കുറയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കുക? ഒരു 0 കൊടുത്തു. പ്ലസ് നമ്മൾ 6,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ബിസിനസ്സിലേക്ക് 6,000 രൂപയുടെ സ്റ്റോക്ക് വന്നില്ലേ? അപ്പോൾ സ്റ്റോക്കിൻ്റെ അവിടെ നമ്മൾ എന്ത് കാണിക്കുക? നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ 7000 എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ തൊട്ട് താഴെയായിട്ട് 6,000 ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ കാണിക്കുക. അതിനുശേഷം നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുത്തു. അപ്പോൾ ഇത് കടത്തിന് വാങ്ങിയാൽ ബിസിനസ് സ്ഥാപനം സാധനങ്ങൾ കടത്തിന് വാങ്ങിയിട്ടുണ്ട്, പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്നാണ് പഠിച്ചത്? ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ലൈബിലിറ്റി എഴുതിയതിൻ്റെ ബ്ലാങ്ക് ഇട്ട സ്പേസിൽ അവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇട്ടിട്ട് പ്ലസ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റലാണ് അല്ലേ? അതിലെല്ലാം ലൈബിലിറ്റിയിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ അവിടെ പ്ലസ് സൈൻ കൊടുത്തു, ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതി പ്ലസ് സൈൻ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നടന്ന ട്രാൻസാക്ഷൻസുകളിലൊന്നും ക്രെഡിറ്റേഴ്സിൻ്റെ പരാമർശമില്ല. അപ്പോൾ പരാമർശം ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ 0 കൊടുത്തു, രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ 0 കൊടുത്തു, പുതിയ ഇക്വേഷൻ ഫോം ചെയ്തപ്പോൾ അവിടെ 0 കൊടുത്തു. പക്ഷേ ഈ ട്രാൻസാക്ഷൻ വന്നപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 6,000 രൂപ കടത്തിനാണെന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ 6,000 രൂപ അവിടെ എഴുതി. പ്ലസ് ഇനി ക്യാപിറ്റൽ നോക്കിക്കേ, അവിടെ ക്യാപിറ്റലിൽ മാറ്റമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് കൊടുക്കണമെന്നാണ്? 0 കൊടുക്കണമെന്നാണ്. അപ്പോൾ 0 കൊടുത്തു. അപ്പോൾ 2 ആയില്ലേ? പുതിയ ഇക്വേഷനുമായി ഒരു ട്രാൻസാക്ഷൻ കൂടെ വന്നു. അപ്പോൾ 2 ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുതിയ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞ് പുതിയ ഇക്വേഷൻ, പിന്നെ ഓരോ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഇക്വേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞുള്ള ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ന്യൂ ഇക്വേഷൻ? എങ്ങനെ വരും? 23,000 പ്ലസ് ഇപ്പോൾ 7,000 നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 6,000 കൂടെ വന്നു സ്റ്റോക്കിലല്ലേ? അപ്പോൾ 7 6 13,000 ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരാൾ വന്നു, അതിൻ്റെ 6,000 വന്നു. ക്യാപിറ്റൽ മാറ്റമില്ല, പഴയ ക്യാപിറ്റൽ അതുപോലെ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി 30,000. ഇനി ആ ഇക്വേഷൻ നോക്കൂ, കറക്റ്റായോ? 23,000 പ്ലസ് 13,000 36,000 ഈക്വൽ ടു 6,000 പ്ലസ് 30,000 അത് 36,000 ആയി. അപ്പോൾ അസറ്റ് 36,000 ആണ്, ലൈബിലിറ്റി 36,000. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതുവരെ കറക്റ്റാണ്. ഇനി നമ്മൾ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഈ കടം വാങ്ങിച്ച സപ്ലയർക്ക്, ക്രെഡിറ്റർക്ക് നമ്മൾ എന്ത് ചെയ്തു? 5,000 കൊടുക്കാൻ പോവുക. 5,000 എവിടെ നിന്ന് എടുത്തേ കൊടുക്കൂ? നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷിൽ നിന്ന്. അപ്പോൾ 23,000 നിന്ന് വീണ്ടും 5,000 നമ്മൾ കൊടുക്കുന്നു, -5,000. അതാണ് റെഡിങ്കിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ 5,000 രൂപ ഞാനത് മൈനസ് ചെയ്ത് കാണിച്ചു. പ്ലസ് സ്റ്റോക്കിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഇല്ലാത്തടത്ത് എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു? 0. അപ്പോൾ 0 കൊടുത്തു. ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് നോക്കൂ, 6,000 രൂപയൊക്കെ കൊടുക്കാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്ത് കൊടുക്കുകയാണ്? 5,000 കൊടുക്കുകയല്ലേ? അപ്പോൾ -5,000 അവിടെ അയാൾക്ക് കൊടുത്തു. പ്ലസ് ക്യാപിറ്റൽ മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ 0 തന്നെ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? 2 ട്രാൻസാക്ഷൻ ആയില്ലേ? ഇക്വേഷനും പുതിയൊരു ട്രാൻസാക്ഷനുമായി ഉടനെ തന്നെ ഒരു വര വരച്ചിട്ട് ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും? 23,000 നിന്ന് 5,000 മൈനസ് ചെയ്താൽ എത്ര വന്നു? 18,000 പ്ലസ് സ്റ്റോക്കിൽ മാറ്റമൊന്നുമില്ല, 13,000 ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിൽ മാറ്റമുണ്ട്. 6,000-ൽ 5,000 കൊടുത്തു കഴിഞ്ഞു. ഇനി അപ്പോൾ എത്ര വരുള്ളൂ? ബാക്കി 1,000 വരുള്ളൂ. പ്ലസ് ക്യാപിറ്റലിൽ മാറ്റമില്ല, 30,000. ഇനി നിങ്ങളൊന്ന് ടോട്ടൽ എടുത്ത് നോക്കൂ. 18,000 പ്ലസ് 13,000 അസറ്റിൻ്റെ ടോട്ടൽ എത്രയായി? 31,000 ഈക്വൽ ടു ലൈബിലിറ്റിയുടെ ടോട്ടൽ എടുത്തോളൂ. ക്രെഡിറ്റേഴ്സിൽ 1,000 പ്ലസ് 30,000 ക്യാപിറ്റലായപ്പോൾ 31,000. അപ്പോൾ അസറ്റ് സൈഡ് 31,000, ലൈബിലിറ്റി സൈഡ് 31,000. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കറക്റ്റായി. അടുത്ത ലാസ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് പെയ്ഡ് റെൻറ്റ് 800 രൂപയ്ക്ക് നമ്മൾ റെൻറ്റ് 800 രൂപ കൊടുത്തു ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷായിട്ടാണ് കൊടുത്തത്. എവിടെ കുറയണം? നമ്മുടെ ക്യാഷിൽ കുറയണം, -800. സ്റ്റോക്കിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. സ്റ്റോക്കിനെ ബാധിക്കുന്ന ഒരു ഐറ്റം അല്ല, അതുകൊണ്ട് 0 കൊടുക്കുക. ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നതാണോ? അല്ല, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിൽ ഒരു 0 കൊടുക്കുക. അപ്പോൾ 2 എഫക്റ്റ് വരണ്ടേ? അപ്പോൾ ഇതിൽ രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതെവിടെ കുറയ്ക്കാൻ പറ്റൂ? ക്യാപിറ്റലിലേ കുറയ്ക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ മൂലധനത്തിൽ നിന്ന് അയാളുടെ 800 രൂപയുടെ കുറവ് വരുത്തണം. അവിടെ -800 അവിടെ കാണിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും 2 ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. പുതിയ ഇക്വേഷൻ എത്ര വരും? 17,200. 18,000 നിന്ന് 800 കുറച്ച് 17,200 പ്ലസ് 13,000 ഈക്വൽ ടു ലൈബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 1,000 പ്ലസ് ക്യാപിറ്റൽ എത്രയായി? 29,200. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വന്നു? 30,200 ഈക്വൽ ടു 30,200. ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഈക്വേഷൻ പ്രൂവ് ചെയ്തു, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇതേ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഇത് ആവർത്തിച്ച് 2-3 തവണ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഓക്കെ.